കുടുംബ സംവിധാന രീതി മാറിയതിനനുസരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കാണ്. പക്ഷേ ജോസ് കൈലാത്ത് പണ്ടത്തെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഡൈവോഴ്സ് ഇല്ലായിരുന്നു, പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോഴും ആ ഒരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കുടുംബ സംവിധാനം മാറി. ഒപ്പം നമുക്കറിയാം, ഒരു വ്യക്തിയുടെ രൂപീകരണത്തിൽ സ്വാധീനിക്കുന്നത് കുടുംബം മാത്രമല്ല, അവൻ ജീവിക്കുന്ന സാഹചര്യം അവൻ്റെ രൂപീകരണത്തിൽ ഗുണകരമോ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇന്ന് നല്ല കുടുംബങ്ങൾക്ക് പറ്റിയ സാഹചര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് സഭയുടെ ഉത്തരവാദിത്വം. ഈ മാറ്റങ്ങൾ കണ്ടറിഞ്ഞിട്ട് ഇതൊക്കെ കുടുംബജീവിതത്തിന് ഉതകുന്നതല്ല എന്ന് സൂചിപ്പിക്കേണ്ടതും അതിന് പറ്റിയ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും സഭയാണ്. അവിടെയാണ് ഈ പരിശീലന പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട ജ്യോതി സാറിന് തീർച്ചയായിട്ടും അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം സാറും അധികം വർഷം അപ്പുറത്തല്ലാതെ വിവാഹോരക ധ്യാനത്തിൽ കൂടിയ ആളാണ്. ആ ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൂടി വെച്ചുകൊണ്ട് സാറിന് എങ്ങനെ പറയാൻ പറ്റും ഇതിനെക്കുറിച്ച്? വിവിധ വിഷയങ്ങൾ പല തലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും വീണ്ടും പരിശീലനത്തിൻ്റെ പ്രസക്തിയിലേക്കാണ് വരുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരു പരീക്ഷ എഴുതി തോറ്റാൽ വീണ്ടും നമുക്ക് പരീക്ഷ എഴുതാം. ഒരു ബിസിനസ് നടത്തി പരാജയപ്പെട്ടാൽ മറ്റൊരു ബിസിനസ് ചെയ്യാം. പക്ഷെ ഒരു ജീവിതം പരാജയപ്പെട്ടാൽ നമുക്ക് മറ്റൊരു ജീവിതമില്ല. വളരെ കരുതലോടെ, എത്രമാത്രം സൂക്ഷ്മതയോടെ ജീവിതത്തെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ, വിവാഹ ജീവിതത്തെ നമ്മൾ കാണണം എന്നുള്ളത് ചെറിയ രണ്ട് ഉദാഹരണങ്ങളോട് വ്യക്തമാണ്. അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചു, ഇത് ഏറ്റവും അടുത്ത ഒരു ഒരുക്കം മാത്രമാണ്. അപ്പോൾ നമ്മൾ പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ പരിശീലനം അതിൻ്റെ ഏരിയ, തുടങ്ങേണ്ട സ്ഥലം കുറച്ചുകൂടി പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുക, ഒരു ഹയർ സെക്കൻഡറി തലത്തിലെങ്കിലും 11-12 ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള കൃത്യമായ പരിശീലനം ആ പ്രായത്തിൽ നമ്മുടെ മതബോധന വേദികളിലൂടെ നാം കൊടുക്കേണ്ടിയിരിക്കും. ഇപ്പോഴത്തെ മതബോധന 11-12 ക്ലാസ്സുകളിലെ സിലബസ് അതനുസരിച്ച് പരിഷ്കരിച്ച് അന്ന് മുതൽ കൃത്യമായി സമയബന്ധിതമായി യുവാക്കളെ, യുവതികളെ പരിശീലിപ്പിച്ച് ഈ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സാധിച്ചാൽ ഇത് വെറും അടുത്തൊരൊരുക്കം മാത്രമാണ് എന്നുള്ള ഒരാക്ഷേപമോ പരാതിയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നീണ്ട വർഷത്തെ പരിശീലനം ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് കുടുംബജീവിതം എന്നതിൽ സംശയമില്ല. പരാജയങ്ങൾ വിലയിരുത്തിയാൽ, പരാജയങ്ങളുടെ കാരണങ്ങൾ വിലയിരുത്തിയാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകും ബോധ്യങ്ങളുടെ കുറവ്, പരിശീലനത്തിൻ്റെ കുറവ്, അതാണ് കുടുംബജീവിതം പരാജയപ്പെടുന്നതിന് കാരണമെന്നുള്ളത് വ്യക്തമാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുക. അപ്പോൾ ആ രണ്ട് മേഖലകളെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ദീർഘമായ പരിശീലനവും കൃത്യമായ ചിട്ടയായ നിർദ്ദേശങ്ങളും വിവാഹാർത്ഥികൾക്ക് കൊടുക്കത്തക്ക തരത്തിൽ അവരുടെ ബോധ്യങ്ങളുടെ തലങ്ങളെ ഉറപ്പിക്കുന്നതാണ് എപ്പോഴും ഈ മേഖലയിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. അതുകൊണ്ട് 15-16 വയസ്സ് മുതൽ ഈ പരിശീലനം നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ 3 ദിവസത്തെ ഏറ്റവും അടുത്ത ഒരുക്കമായി മാത്രം കണ്ടാൽ മതി. അടുത്ത തലത്തിലേക്കും പോകണമെന്ന് ഞാൻ പറയും. അതായത് വിവാഹാർത്ഥികളെ മാത്രം കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്നതിനപ്പുറം യങ് കപ്പിളിൻ്റെ പേരൻസിന് വിവാഹത്തിന് മുമ്പ് തന്നെ, മക്കൾ വിവാഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരെ വിളിച്ച് പരിശീലനം കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, അവരുടെ ആഭിമുഖ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല വിവാഹങ്ങളും ഭൗതികമായ ചില കാഴ്ചപ്പാടുകളുടെ വെളിച്ചത്തിൽ, ചില ബിസിനസ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഒക്കെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് പരാജയത്തിലേക്ക് ഊപ്പുവിത്ത് വീഴുന്നതും നാം കാണാറുണ്ട്. അപ്പം യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ദമ്പതികൾക്കൊപ്പം, അർത്ഥികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും സജ്ജരാകേണ്ടതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ പരിശീലന പദ്ധതി മാതാപിതാക്കളുടെ തലത്തിലേക്ക് പോകണം. ഒരു തലം കൂടി കടത്തി പറഞ്ഞാൽ ഞാൻ പറയും, സാധാരണ നിയമത്തിൻ്റെ മേഖലയിലും മനഃശാസ്ത്രത്തിൻ്റെ മേഖലയിലും ഒക്കെ പറയും വിവാഹത്തിന് ആദ്യത്തെ 7 വർഷം കടന്നു കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയും. കാരണം ചില വകുപ്പുകൾ തന്നെ ആദ്യത്തെ 7 വർഷം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ചില പ്രത്യേക വകുപ്പിൽപ്പെടുത്തിയാണ് നിയമം കാണുന്നത്. അത്തരത്തിലുള്ള ശിക്ഷകളുമൊക്കെയാണ് അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൊടുക്കുന്നത്. അപ്പം വിവാഹത്തിൻ്റെ ആദ്യത്തെ ഒരു 7 വർഷം, ഇപ്പം 6 മാസം കഴിയുമ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ, 3 വർഷം കഴിയുമ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ, ആ 7 വർഷത്തിനുള്ളിൽ പല തലങ്ങളിൽ ഇവരെ വിളിച്ചു കൂട്ടും. ഒരു പക്ഷേ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ അതിരൂപത സംവിധാനത്തിലോ കേന്ദ്രീകൃത മേഖലകളിലോ വിളിച്ചു കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇടവക തലത്തിലോ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലോ ഇവരെ വിളിച്ചു കൂട്ടി വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ കൊടുത്താൽ വീണ്ടും ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 15-16 വയസ്സിൽ നിയതമായി പരിശീലനം തുടങ്ങി വിവാഹത്തിന് ശേഷവും ഈ പരിശീലനം കൊടുത്ത് മാതാപിതാക്കളെയും ഒരുക്കി എടുത്താൽ ഒരിക്കലും ജീവിതം പരാജയപ്പെടുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സമൂഹത്തിന് കൊടുക്കുന്നൊരു വലിയൊരു ശുശ്രൂഷയായിരിക്കും. കാരണം സഭയ്ക്ക് ചെയ്യുന്ന സേവനത്തിനപ്പുറം ശിഥിലമാകാത്ത കുടുംബങ്ങൾ പൊതുസമൂഹത്തിനും രാഷ്ട്രത്തിനും
സംഭാവന ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അതിൽ പരം വലിയൊരു ഒരു സേവനം നമ്മുടെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടി ഇതിൻ്റെ ക്യാൻവാസ് വിപുലമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട ജോജി സാർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ വിവാഹാർത്ഥികളെ മാത്രം ഒരുക്കിയാൽ പോരാ, അവരുടെ മാതാപിതാക്കളെയും അവരുടെ കുടുംബങ്ങളെ തന്നെ ഒരുക്കാൻ സാധിക്കണം. ഒരുപക്ഷെ ആ കാര്യം കൊണ്ടാവാം നമ്മുടെ രൂപതകളിലൊക്കെ ഈ വിവാഹ ഒരുക്ക ധ്യാനത്തോട് ബന്ധപ്പെട്ട് ഈ വിവാഹാർത്ഥികളുടെ മാതാപിതാക്കളെ കൂടി വിളിക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കതിരെ വളം വെക്കുന്ന പോലെയാണ്. അതുകൊണ്ട് രൂപത അധ്യക്ഷന്മാർ നിർദ്ദേശിക്കുന്നത് വിവാഹപ്രായം എത്തിയ യുവജനങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഇടവക തലത്തിലും ഫൊറോന തലത്തിലുമൊക്കെ കൂട്ടി ബോധനം കൊടുക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഇന്ന് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എനിക്ക് ബഹുമാനപ്പെട്ട അനിയൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പല വിവാഹാർത്ഥികളും വിവാഹം നിശ്ചയിച്ച ശേഷമാണ് വിവാഹ ഒരുക്ക ധ്യാനത്തിന് വരുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കൃത്യമായ നിർദ്ദേശം അവിയുന്ന പിതാവ് നൽകിയിരുന്നു. വിവാഹ ഒരുക്ക ധ്യാനത്തിൽ കൂടിയ ശേഷം മാത്രമേ വിവാഹം ഉറപ്പിക്കാവൂ. ഒരുപക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താം. പക്ഷേ കല്യാണം ഉറപ്പിക്കുന്നത് ഇത് കഴിഞ്ഞാവണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. അതിന് തീർച്ചയായിട്ടും പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട അനിയൻ സാറിന് അത് ഊഹിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. സാറിൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച് എന്താണ്? വിവാഹോരുക്ക ധ്യാനം കൂടിയ ശേഷം കല്യാണം ഉറപ്പിക്കുന്നതാണോ നല്ലത്, അതോ ഉറപ്പിച്ചിട്ട് വന്നിട്ട് വിവാഹോരുക്ക ധ്യാനത്തിന് കൂടുന്നതാണോ? നമ്മൾ ഈ പരിശീലനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് വലിയൊരു കൗണ്ടർ ഫോർമേഷൻ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും മതിവരാത്ത രീതിയിൽ അതിനെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു രൂപീകരണം. അതാരെയും കുറ്റപ്പെടുത്തുകയല്ല, മാധ്യമങ്ങളായിരിക്കാം, മാധ്യമക്കാർ പക്ഷേ ഉദ്ദേശിക്കാത്ത ഒരു ഔട്ട്പുട്ട് പോലും അവിടെ വരുന്നുണ്ട്. അവിടെ പ്രത്യക്ഷത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ് വിവാഹമെന്ന് തോന്നാമെങ്കിലും വിവാഹ ജീവിതത്തിൻ്റെ ആ ഒരു ചലനാത്മകതയും അതിൻ്റെ ആന്തരിക ഘടനയും അതിൻ്റെ ഫലപ്രാപ്തിയും ഒക്കെ പരിശോധിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹം. കാരണം പലപ്പോഴും നമുക്കറിയാം, കുടുംബജീവിതത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ഒരു തീപ്പൊരി, ഒരു സ്പാർക്ക്, അത് വലിയൊരു ഫ്ലെയിമായിട്ട് മാറുന്നത് ഇൻലോസിൻ്റെ അനാരോഗ്യകരമായ ഇടപെടൽ. പണ്ട് ശ്രീ ജോസ് കൈലാത്തൊക്കെ പറഞ്ഞതുപോലെ ആ ഇൻലോസ് ഇടപെട്ടത് ആരോഗ്യപൂർവ്വമായിരുന്നു. അവിടെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു തീപ്പൊരി ഉണ്ടാകുമ്പോൾ അതിനെ അണയ്ക്കാനും അത് ഉണ്ടാവാതിരിക്കാനും ഒക്കെ ജാഗ്രത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ സാമ്പത്തിക കാര്യം മാത്രമാണ് എന്നുള്ളത് ചിലരൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കാറുണ്ട്. എങ്കിലും സത്യത്തിൽ കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹം എന്നുള്ള രീതിയിൽ വസ്തുതയിൽ മാതാപിതാക്കൾ അന്വേഷിക്കേണ്ടതാണ്. പണ്ട് കാലങ്ങളിൽ അന്വേഷണം എന്നൊക്കെ ഉള്ള പറഞ്ഞുണ്ട് കാര്യങ്ങൾ. അവിടെ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ ചെറുപ്പക്കാരെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ 31 വർഷമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ്. അവിടെ രണ്ട് വ്യക്തികൾ വളരെ പഠിക്കുന്ന സ്ഥലത്ത് ഒരേ ക്ലാസ്സിലിരുന്ന് അല്ലെ ഒരേ കോളേജിൽ ഒരേ കാലത്ത് പഠിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ കണ്ടിണങ്ങി. അപ്പം വെറും ബാഹ്യമായ ഒരു ചേർച്ച, ആന്തരികതയിലേക്കൊന്നും ഉള്ളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരുപക്ഷെ അങ്ങനെ കണ്ടിണങ്ങിയ ആളുകൾ 3 ദിവസം ഒരുമിച്ച് താമസിച്ച് കഴിയുമ്പോൾ എവിടെയാ ഈ പൂർവ്വ ഒരുക്ക സമയത്ത് വന്നു കഴിയുമ്പോൾ അയ്യോ വേണ്ട, പറ്റില്ല. കാരണം നമുക്കൊരു ഐഡിയൽ പെയർ ആയിരിക്കില്ല. അതിൻ്റെ അർത്ഥം ആ ഉപേക്ഷിക്കപ്പെട്ട അല്ലെ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തി കൊള്ളുകയില്ല എന്നുള്ളതുകൊണ്ടല്ല, അയാൾക്ക് പറ്റില്ല, അയാളുടെ ഫാമിലിക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഗൗരവതരമായിട്ട് ഇടപെടേണ്ട ഒരു മേഖലയാണ്. അതിന് നമ്മൾ പഴഞ്ചനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്ക് അതവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, 100% അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ദെൻ ദ യൂത്ത് ഷുഡ് ബി ഗിവൺ ദാറ്റ് കൺവിക്ഷൻ ദാറ്റ് മാതാപിതാക്കളുടെ ആ ഒരു പൂർവ്വ അനുഭവ ജ്ഞാനം കൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹം തീർച്ചയായിട്ടും പിന്നീട് പോകേണ്ടത് അതാണെങ്കിൽ പോലും അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അവരുടെ
എന്താണ് ലോഞ്ചിങ് ഓർബിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 2 കുടുംബങ്ങളുടെ. അതിൻ്റെ ന്യൂനതകളും സ്ട്രെങ്തും ഒക്കെ 2 വ്യക്തികൾക്കുണ്ട്. അന്ന് മാത്രമല്ല അവരുടെ സംരക്ഷണം, ഈ ജോയിസ് സാർ പറഞ്ഞതുപോലെ ആ 7 വർഷക്കാലം ഇത് കെടാതെ ഒന്ന് ശരിക്കും ഒന്ന് ലോഞ്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കോളൂ. അത് പ്രത്യേകിച്ച് ഈ രൂപീകരണ കാലയളവിൽ ഉണ്ട് ഈ ഒരു സാമൂഹ്യ വശം. കാരണം ഇത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ഈസ് എ സോഷ്യൽ, സാമൂഹ്യ സംവിധാനമാണ്, അതൊരു ദൈവിക സംവിധാനമാണ്. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ആചരിക്കുമ്പോൾ ഈ ദൈവിക കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും കണക്കിലെടുക്കപ്പെടും എന്നുള്ളത്. ജോസ് കൈലാത്തിന് സാറ് പറഞ്ഞതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാണ്. അപ്പം ഈ വിവാഹ ഒരുക്ക സെമിനാർ നടത്തി വിവാഹം കഴിച്ചു പോകുന്ന ദമ്പതികൾ, അവരോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഭ ഇപ്പം കൊടുക്കുന്ന ആ ധ്യാനം നമുക്ക് എത്രമാത്രം സഭയെ അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം ഇന്ന് ഒത്തിരി മറ്റു മതസ്ഥ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പുതിയൊരു കുടുംബജീവിതം നയിച്ച് അവർ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഇവരോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെ എങ്ങനെ ഇടപെടണമെന്ന് ഒരു പക്ഷേ ഈ അവരുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്കോ അല്ല അവൻ്റെ അനിയൻ അല്ല ആർക്കും തന്നെ ചിലപ്പോൾ അറിയത്തില്ല. പക്ഷേ ഇവർ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കാം. വിവാഹ ഒരുക്ക സെമിനാർ കൂടി പോയി കഴിഞ്ഞ് ഒരു ദമ്പതികൾ അവരുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളെ ഒത്തിരി പ്രതീക്ഷ അവൻ്റെ കുടുംബത്തെക്കുറിച്ചുണ്ട്. പക്ഷേ ഈ അവരുടെ പ്രതീക്ഷയ്ക്ക് 1% ഇങ്ങനെയുള്ള ഒരു ധ്യാനം, ഒരു 1 ഡേ ധ്യാനം അവർക്ക് കൊടുത്താൽ അവർക്ക് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തി. എന്നാന്ന് പറഞ്ഞാല് അവർ വലിയ പ്രതീക്ഷയെ പോവാം. 3 ദിവസത്തെ ധ്യാനം എല്ലാം കൂടി ചെല്ലുമ്പോൾ മാതാപിതാക്കൾ ഇവരെ എങ്ങനെ കെട്ടിപ്പിടിച്ച് എങ്ങനെ സ്വീകരിക്കും, അല്ലെങ്കിൽ അന്ന് മുതൽ അവരുടെ വലിയ സന്തോഷം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പക്ഷേ അവർക്കൂടെ ഇതിൻ്റെ ഒരംശം വിളമ്പിക്കൊടുത്താൽ ഒരു പരിധി വരെയെങ്കിലും അവർക്ക് സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബജീവിതം നയിക്കുവാൻ അല്ല നടത്തുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജോസ് കൈലാത്തിൻ്റെ നല്ല വാക്കുകൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് ബീന മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. വിവാഹോരുക്ക ധ്യാനത്തെക്കുറിച്ച് എന്നാ പറയുന്നു? സഭയുടെ പല നല്ല പരിശീലനങ്ങളിലേക്കും എൻ്റെ നോട്ടത്തിൽ ഏറ്റവും നല്ല പരിശീലനം എന്ന് തന്നെ പറയാവുന്ന ഒരു പരിശീലനമാണ് ഈ വിവാഹ ഒരുക്ക സെമിനാർ. അതിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് എങ്ങനെ അവരുടെ ആത്മീയ ജീവിതം തുടരണം, ലൈംഗിക ജീവിതം തുടരണം, സാമ്പത്തികപരമായി എങ്ങനെ അവർ കൈകാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ട് തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പുതിയ തലമുറയ്ക്ക് സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാൽ പിരിയുന്നു, അല്ലെ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പകുതി കുടുംബങ്ങളിൽ നടക്കുന്നത് മാതാപിതാക്കളും വന്നു ചേരുന്ന പെൺകുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ് കലഹങ്ങളും പിരിയലുകളും ഉണ്ടാകുന്നത്. ഇവരെല്ലാവരും പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക് പ്രത്യേകമായി നിർബന്ധിത സെമിനാർ, അത് അവർക്ക് ഇവരുടെ കൂടെ വെക്കുന്ന ഒരു സെമിനാർ, അത് ചിലപ്പോൾ മാതാപിതാക്കൾ വന്നെന്നിരിക്കില്ല. എന്നാൽ മാതാപിതാക്കൾക്കായിട്ട് ഒരു നിർബന്ധിത സെമിനാർ വിവാഹം കഴിക്കുന്ന ദമ്പതികളുടെ മാതാപിതാക്കൾ കൂടെ നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷകളോടുകൂടി ചെല്ലുന്നെങ്കിൽ അതിലൊരു 1/4 ഭാഗമെങ്കിലും അവരുടെ കുടുംബവുമായി യോജിച്ച് ജീവിക്കണമെങ്കിൽ ഇന്ന് പല തലമുറയ്ക്കും കഴിയാത്തതിൻ്റെ കാരണം ആധുനിക യുഗത്തിലെ അവരുടെ ജീവിതശൈലിയാണ്. ഓരോ കുടുംബങ്ങളിലും 1ഉം 2ഉം കുട്ടികൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പം മാതാപിതാക്കൾ വളരെ ലാളിച്ചും സ്നേഹിച്ചും അവരെ വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെയൊക്കെ വളർത്തുന്ന കുട്ടികളാവാം. പക്ഷേ ആ കുട്ടികൾ ഇന്ന് അവർ മറ്റുള്ള, അതായത് കൂട്ടുകുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ മുതിർന്ന 25 വർഷത്തിന് മുമ്പ് വിവാഹം കഴിച്ച ദമ്പതികളുടെ ആയിരിക്കും അവർക്ക് ഈ വിവാഹ സെമിനാറുകളോ ഒന്നും കൂടാൻ ഒരുക്ക സെമിനാറുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവരാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലായി കുട്ടികളുടെ പുതിയ തലമുറയുടെ ജീവിതശൈലിയോട് ബന്ധപ്പെട്ടു പോകുവാൻ കഴിയാതെ വരുന്നു. അപ്പോൾ അതിനെ എതിർക്കുകയും വിമർശനങ്ങൾ ഉണ്ടാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിവാഹ ഒരുക്ക സെമിനാർ ഏറ്റവും നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ കൂടെ നൽകുന്ന സെമിനാർ ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് എന്നുള്ളത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. വിവാഹ ഒരുക്ക ധ്യാനത്തിൽ തൊട്ടടുത്ത് കൂടിയ ആളാണ്, ജോജിയോടൊപ്പം കൂടിയ ആളാണ് ആസ്ലി. തീർച്ചയായിട്ടും ഈ കോഴ്സിനെ കുറിച്ച് അഭിപ്രായം പറയാനുണ്ടാവും. എന്താണ് ഈ വിവാഹ ഒരുക്ക ധ്യാനത്തെ പറ്റി പറയാനുള്ളത്?
സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്റ്റുഡൻറ് കൂടിയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ഓരോ പ്രായത്തിലുള്ളവരുടെ ഞാൻ യൗവനത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പഠിക്കുമ്പോൾ അവർക്ക് ഈ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ബൈക്കേ പോകണം, ചെത്തിയടിച്ച് നടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സങ്കല്പമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സെമിനാർ നടത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു അണുകുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞാൻ ചെന്നത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്കാണ്. അവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഒരു സ്വന്തം അപ്പനെയും അമ്മയും അവിടുത്തെ സാഹചര്യവും വിട്ട് പുതിയൊരു സാഹചര്യത്തിലേക്ക് ഇണങ്ങി ചേരുമ്പോഴാണ് അവിടെ ആ സ്ത്രീ പാലിക്കേണ്ടത്. എപ്പോഴും പോസിറ്റീവായ സൈഡേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അവിടെ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ പെട്ടെന്നൊരു നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിൽ വലിയൊരു മുറിവേൽക്കുകയും അത് ഡൈവോഴ്സിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഈ സെമിനാറിലൂടെ എനിക്ക് ഏറ്റവും കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പക്വത എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് ഞാൻ ചെന്നെത്തിയ എൻ്റെ ജീവിത അവസ്ഥയിലേക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയെ ശാരീരിക മാനസികമായിട്ട് അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ച് നല്ലൊരു കുടുംബജീവിതം പുലർത്താൻ എനിക്ക് സാധിക്കുന്നു. രേഖ ടീച്ചറെ, 2 വനിതകളാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. രേഖ ടീച്ചറിന് അതിനോട് കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അവർ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ടോ? വളരെ പണിപ്പെട്ടാണ് നമ്മുടെ സമൂഹം സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും സ്ത്രീക്ക് പുരുഷനോടൊപ്പം തൊഴിൽ സാധ്യതകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്തത്. ജേക്കബ് സാറ് പറഞ്ഞതിന് മറുപടിയാകാം. ഏക സ്ത്രീ സാന്നിധ്യം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ എനിക്ക് ഐ ഫീൽ ദ നീഡ് ടു ഡിഫെൻഡ് മൈ സെക്സ്. ആൺകുട്ടി ബിടെക് ബിരുദധാരി, പെൺകുട്ടിയും അതുപോലെ തന്നെ ബിടെക് ഡിഗ്രി ഹോൾഡർ. ആൺകുട്ടി ജോലിക്ക് പോകുന്നു, പെൺകുട്ടിയും ജോലിക്ക് പോകുന്നു. എന്നെ ഫെമിനിസ്റ്റ് എന്ന് മുദ്ര കുത്തുന്നത് എനിക്കിഷ്ടമല്ല. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം വൺ ഹൂ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് വുമൺ, അത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുമ്പോൾ ഒരു വികലമായ ഒരു അഡ്രസ്സായിട്ടാണ് അത് കരുതപ്പെടുന്നത്. അതല്ല ഞാൻ പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ആസ് എ ഹ്യൂമനിസ്റ്റ്. പുരുഷനുള്ളതുപോലെ തന്നെ കഴിവുകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള സ്ത്രീകളാണ് പുരുഷനോടൊപ്പം ഇന്ന് സമൂഹത്തിൽ ഇറങ്ങി എല്ലാ മേഖലകളും വ്യാപരിക്കുന്നത്. സഹനം കുറവാണ്, സ്ത്രീയുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചകളൊക്കെ കുറവാണ്, അഹംഭാവമുണ്ട് എന്നൊക്കെ പറഞ്ഞതിനോടുള്ള ഒരു പ്രതികരണം കൂടിയാണിത്. എൻ്റെ സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറയാൻ ഇടയായി, എടോ തൻ്റെ കൂട്ടര് ജോലിക്ക് പോയി തുടങ്ങി ശമ്പളം മേടിച്ച് തുടങ്ങിയ ദിവസം മുതലാണ് കത്തോലിക്ക സഭയിൽ ഡിവോഴ്സുകളുടെ എണ്ണം വർദ്ധിച്ചതെന്ന്. എനിക്ക് വളരെ ദുഃഖം തോന്നിയത് കേട്ടപ്പോൾ. നമ്മൾ ആഗ്രഹിച്ചെത്തിയ ഒരു മേഖലയാണിത്, സ്ത്രീ ഉദ്യോഗസ്ഥയായിരിക്കുക എന്നത്. ആ ഒരു അവസ്ഥ എൻ്റെ ഒരു ആഗ്രഹം, വളർന്നു വരുന്ന ആൺകുട്ടികൾ മനസ്സിലാക്കണം, അവരുടെ ഒപ്പം തന്നെ കഴിവും ശേഷിയും എല്ലാത്തരം എബിലിറ്റികളുമുള്ള ഒരു പെൺകുട്ടിയെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. ആൺകുട്ടി എപ്പോഴും ആൺകുട്ടിയാണ്. പുതിയ സാഹചര്യങ്ങളിലെ ജോലിയുള്ള പെൺകുട്ടിയെ ജീവിത പങ്കാളിയെ അവന് ഇഷ്ടമാണ്, കാരണം ഫിനാൻഷ്യൽ ബേർഡൻസ് ഷെയർ ചെയ്യാൻ ഒരാൾ. പക്ഷെ അന്നേരവും മനസ്സിലിരിക്കുന്നത് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തങ്ങളാകുന്നു ഭാര്യ. 5 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ഭാര്യ 5:30 വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ ചായയുമായി മുൻവശത്തുണ്ടായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന ആൺകുട്ടികളാണ് ബഹുഭൂരിപക്ഷവും. ഇപ്പോഴും 2 കൂട്ടരെയും അടുത്തറിയാവുന്നത് കൊണ്ട് പറയുക. ഇതൊരു തർക്ക വിഷയമാക്കാനോ അവകാശങ്ങളെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കാനോ ഒന്നുമല്ല. പക്ഷെ ഈ ഒരു യാഥാർത്ഥ്യം ഇന്നിൻ്റെ ലിബറേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ പുരുഷ മനസ്സ് അതിനുള്ള വ്യാപ്തി കൈവരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കുടുംബങ്ങൾക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. എല്ലാവരും ഡിവോഴ്സിന് പോവില്ല, കാരണം കുട്ടികളോട് കമ്മിറ്റഡ് ആണ്. അപ്പനും അതെ, അമ്മയും അതെ. ചെറിയൊരു ശതമാനമേ ഡിവോഴ്സിന് പോവുകയുള്ളൂ. അതാണെന്ന് എനിക്ക് തോന്നുന്നു പുരുഷനും സ്ത്രീയും ഒരുപോലെ സ്വന്തമാക്കേണ്ടത്. പ്രാർത്ഥനയുടെ സാങ്കത്യം 24ാമത്തെ വർഷത്തിൽ വിവാഹ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന എനിക്ക് വളരെ ഉറപ്പോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. 2 പേരും ചേർന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ
തകർന്നടിയും കുടുംബങ്ങൾ. ദൈവിക പദ്ധതിയാണിതെന്നും ഫെയ്ത്തിനുള്ളിൽ നമ്മളായിരിക്കുമ്പോൾ ദർ ഇസ് നോ ഗോയിങ് ഹാഫ് വേ. ഇറ്റ് ഈസ് ഐദർ നോ ഫെയ്ത്ത് ഓർ ഗോയിങ് ദ ഹോൾ വേ വിത്ത് ഗോഡ്. അപ്പോൾ വെൻ യു ഗെറ്റ് മാരീഡ്, 3 to get married എന്ന് ഫുൾട്ടൺ ഷീൻ പറഞ്ഞതാണ്. ആ ബോധ്യങ്ങളൊക്കെ ശക്തമായിട്ട് പകർന്നു കൊടുത്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ഒരുക്കം ഈ 3 ദിവസത്തിൽ അവർ ഉള്ളിലേക്ക് നോക്കട്ടെ, അവർ ചുറ്റും നോക്കട്ടെ, അവർ മുന്നോട്ട് നോക്കട്ടെ. വരാൻ പോകുന്ന സ്ത്രീയെ എങ്ങനെ സ്വീകരിക്കണം, പുരുഷനെ എങ്ങനെ സ്വീകരിക്കണം, വിലയോടെ സ്വീകരിക്കണം. വളരെ വിലയോടെ, പ്രതീക്ഷയോടെ കടന്നു വരും. പ്രത്യേകിച്ച് സ്ത്രീകളെ. പുരുഷൻ അവൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകുന്നില്ല. വിവാഹം കഴിയുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ തന്നെ അങ്ങോട്ട് കയറി വരിക പെൺകുട്ടി. എനിക്ക് തോന്നുന്നു ഇത് അവകാശവാദമോ ഒരു തർക്ക വിഷയമോ ഒന്നുമാക്കാനല്ല. സ്ത്രീക്ക് വലിയ കരുതലും സ്നേഹവും കൊടുക്കണം. ജീവൻ കൊടുത്ത് അവൾ കുടുംബത്തെ സംരക്ഷിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചർ അവതരിപ്പിച്ച ആ ആശയത്തോട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വലിയൊരു പ്രാധാന്യമുള്ള വിഷയം നമ്മുടെ വിവാഹോരക ധ്യാനത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മിക്കവാറും വിവാഹാർത്ഥികൾ ആഗ്രഹിക്കുന്നത് ജോലിയുള്ള ഭാര്യയെ കല്യാണം കഴിക്കാനാണ്. അതെ. പുരുഷന്മാർ, എനിക്ക് തോന്നുന്നു വിവാഹോരക ധ്യാനത്തിൽ വരുന്ന നല്ല ശതമാനം വിവാഹാർത്ഥികളും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിനോട് ബന്ധപ്പെട്ട് വിവാഹോരക ധ്യാനത്തിൽ ഒരു വിഷയം കൂടെ ചേർക്കണം. ടീച്ചറിന് ആ വിഷയം നിർദ്ദേശിക്കാം. എന്തായിരിക്കണം വിഷയം? ഇന്ന് ജോലിയുള്ള ഭാര്യമാരെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. മിക്കവാറും ജോലിയുള്ള കുടുംബിനികൾ തന്നെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വിഷയം കൂടെ ഉൾക്കൊള്ളിക്കണം? ഇന്ന് അതിനോട് ഏതായാലും നേരിട്ട് ബന്ധമുള്ള ഒരു വിഷയമല്ല. സ്ത്രീ പുരുഷ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഉത്തമ ഭാര്യ ഉത്തമ ഭർത്താവ് എന്നൊക്കെ പറയുന്നുണ്ട്. ജോലിയോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിഷയമില്ല. അങ്ങനെയാണെങ്കിൽ ഏതൊരു വിഷയം രേഖ ടീച്ചർ നിർദ്ദേശിക്കും? സിലബസിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മോഡ്യൂൾ ചേർത്ത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല അത്. മനസ്സിന് വരേണ്ട ഒരു അന്തരമാണ്, മനസ്സിന് വരുത്തേണ്ട ഒരു മാറ്റമാണ്. ആ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. പ്രത്യേക ഒരു വിഷയം ഏതെങ്കിലും ഒരു സിലബസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. അവനവൻ മാറാനുള്ള വലിയ മനസ്സുണ്ടല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി സ്പേസ് ഉണ്ടാക്കാനുള്ള ആ ഒരു മനസ്സ്, തെറ്റുകൾ കണ്ടാൽ ക്ഷമിക്കാനുള്ള, വിട്ടുവീഴ്ച ചെയ്യാനുള്ള. എൻ്റെ സാഹചര്യം അറിയാത്ത ഒരാളാണ് വന്നു കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാതെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുന്നത്. എൻ്റെ അപ്പൻ ഇങ്ങനെയാണ് ഇഷ്ടം, എൻ്റെ അമ്മയ്ക്ക് അതാണ് ഇഷ്ടം, അവർ പ്രായമുള്ളവരല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും, നീ അത് മൈൻഡ് ചെയ്യേണ്ട എന്ന് ഭർത്താവ് നമ്മളോട് പറഞ്ഞാൽ നമുക്കത് മതി. ഈ മനുഷ്യൻ എൻ്റെ കൂടെയുണ്ട്, എന്തിനും എതിരെ സ്ത്രീ നിൽക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, പുരുഷനാകുന്നതിന് മുൻപ് തന്നെ ആൺകുട്ടിയെ കുടുംബജീവിതത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഫോം ചെയ്തുകൊണ്ട് പലപ്പോഴും ആൺകുഞ്ഞുങ്ങൾ വളരെ നല്ലവരെ. എനിക്ക് 2 കൂട്ടരുമുണ്ട് വിദ്യാർത്ഥികളായിട്ട്. അവർ അറിയത്തില്ലായിരുന്നു ടീച്ചറെ, വിവരക്കേട് കൊണ്ട് ചെയ്തതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അവയർനെസ്സിൻ്റെ കുറവ്. ആ ബോധ്യങ്ങൾ കൊടുത്താൽ പരിഹരിക്കാവുന്നതാണ് 100-ൽ 80 പ്രശ്നങ്ങളും. നമുക്ക് സമയം തീരാറാകുന്നത് കൊണ്ട് സമാപനത്തിലേക്ക് വരേണ്ടതുണ്ട്. അനിയൻ സാറിന് വളരെ ചുരുക്കമായിട്ട് രേഖ ടീച്ചർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ. ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. എനിക്കൊന്ന് വിഷയം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, എനിക്കൊരു കാര്യം വളരെ സ്ട്രൈക്ക് ചെയ്തു, എൻ്റെ മനസ്സിലുള്ള, പക്ഷേ ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്തു. പുരുഷൻ അവൻ്റെ കംഫർട്ട് സോൺ വിട്ട് പോകുന്നില്ല വിവാഹത്തിൽ, പക്ഷേ സ്ത്രീ ടോട്ടലി കംഫർട്ട് സോൺ വിടുക. അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ സ്വന്തം മാതാപിതാക്കളെ വിട്ട് വേറൊരു തലത്തിലേക്ക് എത്തുക. അവളെ ശരിക്കും ഒരു റീപ്ലാന്റിങ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു വിഷയം ഡെവലപ്പ് ചെയ്യണം. ആ ഫാമിലി, ആ പുരുഷനെ കൂടുതൽ നേതൃത്വം വഹിക്കണം. ഒരു ചെടി പറിച്ച് മാറ്റി നടുമ്പോൾ ഫ്രം എ ഡിഫറെൻറ്റ് സോയിൽ ടു അനദർ സോയിൽ. എനിക്കൊന്നാ ഒരു പല പ്രശ്നങ്ങളുണ്ടാകുന്ന അവിടെ നിന്നാണ് വാസ്തവത്തിൽ. പിന്നെ പണ്ട് സ്ത്രീകൾ കുറച്ചൊക്കെ ഏറെ കൂടുതൽ സഹിച്ചുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടും ഒക്കെ ഭാഗ്യം അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീ സഹിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അത് അനീതിയാണ് വാസ്തവത്തിൽ. അത് നമ്മുടെ വിവാഹോരക ധ്യാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വന്നിരുന്നത്. നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു സമാപന കാര്യങ്ങൾ പറയാനായിട്ട് ബഹുമാനപ്പെട്ട കുര്യാച്ചൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇവിടുത്തെ ചർച്ചയിൽ വന്ന ഉരുത്തിരിഞ്ഞ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്, കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറവായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ പരിശീലന പരിപാടികൾ നടത്തുന്നു.
എന്നിട്ടും എന്തേ വിവാഹമോചനങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം അച്ഛൻ ഉന്നയിച്ചു. ഈ 3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഈ വിവാഹമോചനങ്ങൾ എന്നിട്ടും എന്തേ ഉണ്ടാകുന്നു, എന്നിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ എന്ന ചിന്ത നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഈ സാഹചര്യം നമ്മളുടെ യുവാക്കൾക്ക് സമ്മാനിക്കുന്ന അന്തരീക്ഷവും കൂടി വെച്ചാണ്. അവനെ ഒരു ഭാവനയുടെ ലോകത്ത് നിർത്തിയിരിക്കുകയാണ്. എല്ലാം മാധ്യമങ്ങൾ, വർത്തമാനങ്ങൾ, കൂട്ടുകെട്ടുകൾ, എല്ലാം അവൻ കാണുന്ന മറ്റ് ജീവിതങ്ങൾ, ഇതെല്ലാം ഇവളെയും ഒരു വലിയ ഭാവനയുടെ ലോകത്ത് നിർത്തിയിരിക്കുകയാണ്. വിവാഹത്തോടുകൂടി പലപ്പോഴും ഈ ഭാവന മിക്കവാറും തകർന്നു വീഴുന്ന ഒരവസ്ഥ കാണാം. യാഥാർത്ഥ്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഭാവനകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ഇവിടെ പറഞ്ഞതുപോലെ ബൈക്കിൽ ചുറ്റിയടിച്ച് നടക്കുന്ന യുവമിഥുനങ്ങളുടെ കഥ, മരം ചുറ്റി നടക്കുന്ന യുവമിഥുനങ്ങളുടെ കഥ, സുഭിക്ഷമായി കഴിയുന്ന ആഹ്ലാദത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന യുവമിഥുനങ്ങളുടെ കഥ, അങ്ങനെയുള്ള ഈ കഥകളെല്ലാം വെച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് ചെല്ലുമ്പോൾ യാഥാർത്ഥ്യവുമായിട്ടിത് പൊരുത്തപ്പെടാതെ പോകും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മളുടെ മാതാപിതാക്കളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനു തൊട്ട് മുമ്പുള്ള തലമുറയിലേക്ക് നോക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചേക്കാം. അതിനും കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഇതിൻ്റെ തുടർ പരിശീലനങ്ങളിൽ ഒരുപക്ഷെ വലിയ സെമിനാറുകൾ നടത്തുന്ന ശൈലി തുടർ പരിശീലനങ്ങൾക്ക് അത്ര അഭിലഷണീയമല്ല. ഒരു വർഷം കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഒരു സെമിനാറിനും കൂടെ പോരെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഒരു സെമിനാറിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമായി പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളുടെ ദമ്പതികളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ചില മേഖലകളിലായിരിക്കും. കുറച്ച് കുടുംബങ്ങളിൽ ഒരുപക്ഷെ ഈ ലൈംഗികത ഒരു കാരണമായിരിക്കാം. കുറേ കുടുംബങ്ങളിൽ സാമ്പത്തിക രംഗം ഒരു തടസ്സമായിരിക്കാം. കുറേ കുടുംബങ്ങളിൽ ഈ പറഞ്ഞ പോലെ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളായിരിക്കാം. ഇതിനെ നമുക്ക് കണ്ടറിയാൻ തുടർന്ന് നിൽക്കുന്ന കൗൺസിലിങ്ങുകളിലൂടെ സാധിക്കുമെങ്കിൽ, ഒരുപക്ഷെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിയുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് ഒരു മണിക്കൂർ സമയത്തേക്ക് നമ്മളുടെ ഓഫീസിൽ എത്തണം എന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഒരു സൗകര്യം കൊടുക്കുമെങ്കിൽ, അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുമെങ്കിൽ ആ കൗൺസിലിങ്ങിലൂടെ ഈ ന്യൂനതകൾ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമായി അത്തരം സെഷൻസ് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുമെങ്കിൽ പ്രശ്നങ്ങൾക്ക് കുറേയേറെ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. അവർക്ക് ആവശ്യമുള്ളത് എന്ന ബോധ്യത്തോടു കൂടി ദമ്പതികൾ അവിടേക്ക് വരാൻ സാധിക്കും. അതുപോലെ എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മക്കളെ വളർത്തുന്ന ഘട്ടങ്ങളിൽ ഈ കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക് ചില പരിശീലനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ചില പരിശീലനങ്ങൾ അവിടെ കിട്ടേണ്ടതുണ്ട്. മക്കളുടെ ഓരോ സ്റ്റേജ്, പ്രത്യേകിച്ചും മക്കൾ യുവാക്കളായി മാറുന്ന കാലഘട്ടത്തിൽ, അവരവരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്ന ആ കാലഘട്ടത്തിൽ തീർച്ചയായും മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അത്തരം വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ഉണ്ടാകുന്നത് തീർച്ചയായും അഭിലഷണീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തുന്നതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിലുണ്ട്. കേരളത്തിലൊട്ടാകെ നോക്കുമ്പോൾ ഇതര വിഭാഗങ്ങൾ നടക്കുന്ന അത്ര ഡിവോഴ്സുകൾ കത്തോലിക്ക മതവിഭാഗത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ ഈ വിവാഹപൂർവ്വ ഒരുക്ക ധ്യാനങ്ങൾ നടത്തുന്നതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഗുണം നമ്മുടെ സമുദായം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ണടച്ച് തമസ്കരിക്കരുത്. കാരണം അങ്ങനെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ ഇതര മതവിഭാഗങ്ങളിലേക്കൊന്ന് കടന്നു നോക്കട്ടെ. അവിടെ ഇതിൻ്റെ നിരക്കുകൾ വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ ഗുണം നമ്മൾ കണ്ടില്ല, അല്ലെ ഇതിന് പ്രയോജനമില്ല എന്ന ഒരു ധ്വനി നമ്മുടെ സമൂഹത്തിലെ സംഭാഷണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് നന്നാണ്. കത്തോലിക്ക സഭയിൽ വർഷങ്ങൾക്ക് മുൻപ് കുടുംബ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച വിവാഹ ഒരുക്ക ധ്യാനത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നാം ഇവിടെ നടത്തിയത്. ഇതൊരു തുടക്കം മാത്രമാണ്. സഭയിലാകമാനം ഈ വിവാഹ ഒരുക്ക ധ്യാനത്തെക്കുറിച്ച് ഫലപ്രദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അത് വിവാഹ ഒരുക്ക ധ്യാനം നിർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആകരുത്, അത് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുള്ള വിചാരത്തോടു കൂടെ ആവണം. ഇവിടെ ആശയങ്ങൾ പങ്കുവച്ച എല്ലാവരും തന്നെ എടുത്തു പറഞ്ഞ കാര്യം, ലോകത്തിൻ്റെ മാറ്റമനുസരിച്ച് വ്യക്തികളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്, വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്. തീർച്ചയായും അതിനനുസരിച്ച് ദൈവിക നിയമങ്ങളെ മാറ്റിമറിക്കാനാവില്ല, സഭയുടെ പ്രബോധനങ്ങളെ മാറ്റിമറിക്കാനാവില്ല. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം സ്ഥാപിച്ച കുടുംബം സ്ഥായിയായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തമ്പുരാൻ്റെ പ്രബോധനം കുടുംബങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. സഭയുടെ പ്രബോധനം കുടുംബങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അതിന് തീർച്ചയായും ഇനിയും മുമ്പോട്ട് പോകുന്ന കാലങ്ങളിൽ വിവാഹ ഒരുക്ക ധ്യാനം സഹായകമാകും
എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കത്തോലിക്ക സഭയിൽ ആരംഭിച്ച ഈ വിവാഹ ഒരുക്ക ധ്യാനം മറ്റ് മതവിഭാഗങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി ആരംഭിക്കാൻ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിനു വേണ്ടി കത്തോലിക്ക സഭ ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് എന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ഞാൻ ഈ ചർച്ചയ്ക്കായി വന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ശാലോം ടെലിവിഷനാണ്. അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട് ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ ആത്മാർത്ഥമായ നന്ദി ഈ ചർച്ചയ്ക്ക് എത്തിയ എല്ലാവരുടെയും പേരിൽ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.